ഹലോ, ഒരു ഹിജാബ് ഇങ്ങനെ കാണുമ്പം ഇത് ഏതാണ് മെറ്റീരിയൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അതിനൊരു ട്രിക്ക് ഉണ്ട്, വീഡിയോ ഫുള്ളായിട്ട് കാണാം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 2021 പുതിയൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. 2020 എല്ലാവരും പോപ്പുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു പോർഷനിൽ മൊത്തമായിട്ട് നമ്മൾ ഷോൾ ഇങ്ങനെ വിരിച്ചിടുന്ന ഒരു ട്രെൻഡായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2021 ഇപ്പോൾ മാർച്ചൊക്കെ ആയപ്പം ഒരു പുതിയ സ്റ്റൈൽ ഇറങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര സിമ്പിളാണ്, എന്നാൽ ഭയങ്കര ക്യൂട്ടുമാണ്. സോ ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റൈലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമ്മൾ തലയിൽ നന്നായിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് വിസ്കോസ് എന്ന് പറയുന്നത്. എന്നാൽ വിസ്കോസ് മെറ്റീരിയലിന് ചില പ്രോബ്ലംസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ഇപ്പോൾ പുതിയത് വന്നതാണ്, പല ആൾക്കാർക്കും ഇത് അറിഞ്ഞു തുടങ്ങിയിട്ടില്ല, പുതിയതായിട്ട് വന്നതാണ്. അപ്പം അധികം ആൾക്കാർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ബട്ട് അറബ്സ് ഒക്കെ ഓൾറെഡി ഈ ഒരു മോഡൽ ട്രൈ ചെയ്ത് കഴിഞ്ഞു. അവർ ഈ ഒരു മോഡലാണ് ഈ ഒരു 2021 പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പുതിയ മോഡലിന് ഒരു ഡിമെറിറ്റ് ഉണ്ട്, ഒരു ദോഷഫലമുണ്ട്. എന്താണ് അതിന്റെ ഡിമെറിറ്റ് എന്ന് ഞാൻ വീഡിയോന്റെ അവസാനം പറയാം. സോ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റൈലിൽ എങ്ങനെയാണ് ഷോൾ റോൾ ചെയ്തെടുക്കുന്നത് നോക്കാം. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് കഴിയും. ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പുതിയ മോഡൽ ഹിജാബ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 180 സെൻറ്റിമീറ്റർ ക്രോസ് 70 ലെങ്ത്തും വിഡ്ത്തും വരുന്ന ഒരു വിസ്കോസ് ടൈപ്പ് മെറ്റീരിയലാണ്. സോ ഇത് ഫസ്റ്റ് നമ്മളുടെ ഹെഡിൽ വിരിച്ചിട്ടു. ഫസ്റ്റ് അവിടെ ഒരു ഫോൾഡിങ് കൊടുത്തിട്ടുണ്ട്, മുന്നിൽ ചെറിയ രീതിയിലൊരു കോണ് മേക്ക് ചെയ്തിട്ടുണ്ട്, അതാണ് അതിൻ്റെ ഭംഗി. ആൻഡ് ഇത് നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് നമ്മളുടെ ചീക്കിൻ്റെ ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സാധാരണ പോലെ തന്നെ യൂഷ്വലായിട്ട് നമ്മളവിടെ വലിച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് പിൻ ചെയ്യുക. എപ്പോഴും ടൈറ്റായിട്ട് പിൻ ചെയ്താൽ ഹിജാബ് നല്ല ലാസ്റ്റിങ് കിട്ടും. അതുപോലെ തന്നെ കോണ് വളരെ ചെറിയ കോൺ ഉണ്ടാക്കിയാൽ മതി, ഒരുപാട് കോൺ ഉണ്ടാക്കരുത്. അത് നമ്മുടെ മുഖത്തിന് വൃത്തികേടായിട്ടുള്ള ലുക്കായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ കോൺ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ഒരു പിൻ ചെയ്യുക. അങ്ങനെ ആകുമ്പം ആ കോണ് പിന്നെ അത് ഇങ്ങനെ മൂവ് ചെയ്യാതെ അത് അവിടെ ഫിക്സ് ആയിട്ട് നിന്നോളും. ഇപ്പം ഞാനിതൊരു ബൊമ്മയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് വേരിയേഷൻ ഉണ്ട്. നമ്മളുടെ ഫേസിൽ ചെയ്യുന്ന അത്ര ആക്യുറേറ്റ് ആയിട്ട് കിട്ടില്ല, സോറി. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നെക്കിൻ്റെ അടിയിലായിട്ട് ഇത് പിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ എടുക്കണം. സെക്കൻഡ് ലെയർ നമ്മളുടെ ചിന്നിൻ്റെ അതിലൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഹെഡിൻ്റെ മുകളിലൂടെ സെക്കൻഡ് ലെയർ ഒന്ന് വിരിച്ചു കൊണ്ടുവരിക. ഇനി ഏതാണ് ഈ പുതിയ മോഡൽ എന്ന് ചോദിച്ചാൽ ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ലാർജ് പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ അവിടെ ഹാങ് ചെയ്തിടുക, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അതിൻ്റെ തൊട്ട് മുന്നുള്ള പോർഷൻ നമ്മളുടെ നെക്കിൻ്റെ താഴെയായിട്ട് ഒന്നിങ്ങനെ ലെയർ ചെയ്തിടുകയാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് കിട്ടിയ പോർഷൻ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടുക. ബാക്ക് പോർഷൻ കണ്ടോ, അത്യാവശ്യം നല്ല കവറേജ് കിട്ടും. ബാക്കിലൊരു കോണായിട്ട് നമുക്ക് കിട്ടും, നല്ല രീതിയിൽ മറയുന്നൊരു ഇതായിരിക്കും ബാക്കിൽ. മുന്നിൽ പക്ഷേ അത്ര തന്നെ അങ്ങോട്ട് കവറേജ് കിട്ടില്ല. അതാണ് ഞാൻ ലാസ്റ്റ് ഈ ഒരു പുതിയ മോഡലിനുള്ള ഒരു ഡിമെറിറ്റ് ആയിട്ട് പറയുന്നത്. കവറേജ് കുറവാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു പുതിയ മോഡലിന്. നമുക്ക് ഈ മുന്നിലേക്ക് ഇടുന്ന പോർഷൻ വേണമെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ ചെസ്റ്റൊക്കെ കവർ ചെയ്യുന്ന രൂപത്തിൽ ആക്കാം, പക്ഷെ അതല്ല മോഡൽ. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഒരു ഡിമെറിറ്റ് അതാണ്, കവറേജ് കുറവായിരിക്കും. ബാക്കിലുണ്ട് പക്ഷേ ഫ്രണ്ടിലോട്ടില്ല. എനിവേ ഇതാണ് പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് 2021. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ഫസ്റ്റത്തെ ലെയർ ഒന്ന് കുത്തുക, സെക്കൻഡ് ലെയർ വന്നിട്ട് നമ്മളൊന്ന് റാപ്പ് ചെയ്തിടുക. Feeling like it's out gear, driving towards the sun with a rose and a gun. Feel the wind in my hair, going nowhere I swear, like an outlaw on the run. Dangerous but it's so fun, running, running, no, hold on, don't let go.
ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഈ ഒരു ലുക്കാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നമ്മുടെ തലയിൽ നല്ലോണം ഒട്ടി നിൽക്കുന്ന രണ്ട് മെറ്റീരിയലാണുള്ളത്. ഒന്ന് വിസ്കോസ് ആണ്, രണ്ട് ജേഴ്സി മെറ്റീരിയലാണ്. അതിൽ വിസ്കോസിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് നൂല് പൊന്തും, പെട്ടെന്ന് നരക്കും, ഷോൾ പെട്ടെന്ന് പഴയതാവും, ഡള്ളാവും. ജേഴ്സി മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഓവറായിട്ട് നമ്മളെ തലയിൽ ഒട്ടി നിൽക്കും. നമ്മളിപ്പോൾ ഒരു ഫോൾഡിങ് ഇട്ടാൽ അത് ജസ്റ്റ് ഇങ്ങനെ നല്ലോണം പറ്റി പിടിച്ച് തീരെ ഒരു സൈസ് ഒരു തിക്നെസ് ഇല്ലാതെ നിൽക്കും, നല്ലോണം ഒട്ടി നിൽക്കും. അപ്പോൾ അങ്ങനെ ഒട്ടി നിൽക്കുമ്പോൾ നമ്മളുടെ ഫേസിന് കാണാൻ ഒട്ടും ഭംഗിയുണ്ടാവില്ല. സോ ഒട്ടി നിൽക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നിങ്ങൾ ഫിക്സ് ചെയ്തോളാം, അത് ജേഴ്സി മെറ്റീരിയലോ അതല്ലെങ്കിൽ വിസ്കോസോ ആയിരിക്കും. വടി പോലെ നിൽക്കുന്ന മെറ്റീരിയൽ എപ്പോഴും ജോർജറ്റ് മെറ്റീരിയൽ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ട് കോട്ടൺ അല്ലാതെ നിൽക്കുന്ന മെറ്റീരിയലുകളാണ് ഷിഫോണ്. അതിങ്ങനെ കുഴഞ്ഞ് സ്ലിപ്പറി ആയിട്ടായിരിക്കും ഷിഫോൺ നിൽക്കുക, ഒരിക്കലും തലയിൽ നിൽക്കില്ല. പിന്നെ കോട്ടൺ ഇത് നമ്മളുടെ ഈ ഒരു വിസ്കോസിൻ്റെയും ഷിഫോണിൻ്റെയും ജോർജറ്റിൻ്റെയൊക്കെ ഇടയിൽ തലയിൽ നിൽക്കും ചെയ്യും, എന്നാൽ ഓവറായിട്ട് ഒട്ടിപ്പിടിക്കുകയില്ല, എന്നാൽ ചൂട് കുറഞ്ഞിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. സോ പെട്ടെന്ന് നമ്മൾക്ക് കാണുമ്പം ഇതുപോലെയുള്ള മെറ്റീരിയൽസ് തിരിച്ചറിയാനുള്ള ചെറിയ ടിപ്സാണ് ഇപ്പോൾ പറഞ്ഞത്. കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.